ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ടീച്ചർ ഒരു കലാപത്തെ കുറിച്ച് പഠിപ്പിക്കുകയാണ്. ഈ കലാപം ഉണ്ടായത് ഇവിടെയാണ്, അങ്ങനെയാണ്, ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് കുറേ പറഞ്ഞു. ഈ കലാപത്തിലെ പ്രധാനപ്പെട്ട 3 സ്ഥലങ്ങളാണ്. ഒന്ന് കാക്കഞ്ചേരി, ഒന്ന് കക്കാട്, ഒന്ന് ചിറമംഗലം. പറഞ്ഞു വിചാരിച്ചോളി. ഇതൊക്കെ നമുക്ക് അറിയുന്ന സ്ഥലങ്ങളായിരിക്കും. പക്ഷെ നാളെ ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടൂല. ചിലപ്പോൾ നമ്മൾ പരപ്പനങ്ങാടി എന്നൊക്കെ പറയും, ഉത്തരം തെറ്റേ കാര്യം. അപ്പോൾ പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക? ഒന്ന് കാക്കഞ്ചേരി, കക്കാട്, ചിറമംഗലം 3 സ്ഥലമല്ലേ? അതിന് 3 കാക്കഞ്ചേരി കക്കാട് ചിറമംഗലം കാക്കച്ചി അങ്ങനെ പഠിച്ചേക്കുക. ടീച്ചർ പറഞ്ഞു തരുമ്പോൾ കാക്കച്ചി എന്നാണ് പഠിച്ചേക്കുക. നാളെ ടീച്ചർ ഒന്ന് ചോദിക്കും ഈ സ്ഥലങ്ങൾ ഏതൊക്കെ? കാക്കച്ചി ആലോചിച്ച് നോക്കുക, കാക്കഞ്ചേരി, കക്കാട്, ചിറമംഗലം. സിമ്പിളായി ഉത്തരം പറഞ്ഞോടെ. ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആയി പോകും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റിവിറ്റി, നമ്മൾ ഐഡിയാസ് അല്ലെങ്കിൽ ഡേറ്റ് ഒക്കെ പഠിച്ചു നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തോട് ബന്ധിപ്പിച്ച് പഠിച്ചേക്കുക. അങ്ങനത്തെ കുറേ ഐഡിയകൾ ഉണ്ടാവില്ലേ? ഇപ്പോൾ ടീച്ചേഴ്സ് ഡേ സെപ്റ്റംബർ 5-ന്, എൻ്റെ ബർത്ത്ഡേ സെപ്റ്റംബർ 9-ന്, എൻ്റെ ബർത്ത്ഡേൻ്റെ 4 ദിവസം മുമ്പ് ടീച്ചേഴ്സ് ഡേ. സിമ്പിളല്ലേ? അങ്ങനെ പഠിച്ചാൽ മൈൻഡിൽ നിന്ന് പോകില്ല. അങ്ങനത്തെ എന്തെങ്കിലും ക്രിയേറ്റിവിറ്റിയും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി പഠിച്ചു വെക്കണം. നമുക്ക് തീർച്ചയായും ഉപകാരപ്പെടും. കുറേ കാലം നമ്മളെ മൈൻഡിൽ ഉണ്ടാവും, പെട്ടെന്നൊന്നും മറന്നു പോകില്ല. അതിനുള്ള ഡീറ്റെയിൽഡ് ഒരു സംഭവം തന്നെ നമ്മൾ ഇന്നിവിടെ പറയാം ഇൻഷാ അല്ലാഹ്. അങ്ങനത്തെ ഓരോ ഐഡിയ കൂടെ എങ്ങനെ പഠിക്കാം എന്നുള്ള വേണ്ടേ ഇൻഷാ അല്ലാഹ്. അപ്പോൾ എന്നും ഇങ്ങനത്തെ വെറൈറ്റി കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് കൂടും. എനിക്കതിൻ്റെ ഉത്തരം കിട്ടും, അങ്ങനത്തെ ഒരു കോൺഫിഡൻസ് കൂടി കൂടും.